ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു എക്കണോമിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് അൺഎംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതിൻ്റെ ടൈപ്സ്, എഫക്ട്സ്, അതുപോലെ തന്നെ എന്ത് പോളിസീസാണ് ഈ അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ് പോളിസീസ് എന്തൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഡെഫിനേഷൻ നോക്കാം. അൺഎംപ്ലോയ്മെൻറ്റ് റെഫേഴ്സ് ടു ദ സിറ്റുവേഷൻ വെയർ ഇൻഡിവിജ്വൽസ് ഹു ആർ വില്ലിങ് ആൻഡ് ഏബിൾ ടു വർക്ക് ആർ അൺഎബിൾ ടു ഫൈൻഡ് ജോബ്സ്. അതായത് ജോലി ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, ആ ഇൻഡിവിജ്വൽസിന് ജോബ് കണ്ടുപിടിക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ അതിന് മാത്രമുള്ള ജോലി ഇല്ലാത്തൊരവസ്ഥയാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പം എക്കോണമീനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറയാൻ വളരെ ഒരു നഷ്ടമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു ലേബർ ഫോഴ്സ്, ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻഡിവിജ്വൽസ് വെറുതെ ഇരിക്കുകയാണ് ആ ലേബർ ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെങ്കിൽ എക്കണോമിക് ഹെൽത്തിൻ്റെ ഒരു കീ ഇൻഡിക്കേറ്ററായിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് സിഗ്നൽസ് എക്കണോമിക് ഡിസ്ട്രസ്, അതായത് എക്കോണമിയുടെ ഒരു ഡിസ്ട്രസ്സിലേക്കാണ് ഈ ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്, ഹൈ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് കൊണ്ടെത്തിക്കുക. അതായത് ലോ ഡിമാൻഡ് ഉണ്ടാവും, റിസഷൻ ഉണ്ടാവും, സോഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളിലേക്ക് ഈ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് കൊണ്ടുപോകും. അതേസമയം ലോ അൺഎംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ ഷോസ് എ ത്രൈവിങ് എക്കോണമി വിത്ത് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് എത്ര കുറഞ്ഞിരിക്കുന്നോ അപ്പം അത്രത്തോളം എക്കോണമിക്ക് ഒരു വളർച്ചയും നല്ല ബെറ്റർ ഓപ്പർച്യൂണിറ്റീസും അവിടെ ഉണ്ടാവും. പിന്നെ ഈ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് പോളിസി മേക്കേഴ്സിനും അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്നവർക്കും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനൊക്കെ അവരുടെ ഡിസിഷൻ എടുക്കാനും പോളിസീസ് രൂപീകരിക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് റിഫ്ലെക്ട്സ് ദ കപ്പാസിറ്റി ഓഫ് ആൻ എക്കോണമി ടു പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ടു ഇറ്റ്സ് ലേബർ ഫോഴ്സ്. അതായത് ഒരു എക്കോണമിയുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ സൂചിപ്പിക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ആ എക്കോണമിയിലൊരു വളർച്ചയുണ്ട്, അല്ലെങ്കിൽ അത്രയും ലേബർ ഫോഴ്സിന് എംപ്ലോയ്മെൻറ്റ് കൊടുക്കാനുള്ള തരത്തിലുള്ള ഒരു എക്കോണമി വികസിതമാണോ, അല്ലെങ്കിൽ ആ എക്കോണമിയുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ വളർച്ചയൊക്കെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. 4 ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പം ഫസ്റ്റ് നോക്കാം ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്. Frictional unemployment refers to the short-term unemployment that occurs when individuals are temporarily without a job while transitioning from one position to another. ഇതെന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടൈം ആയിട്ടുള്ള കുറച്ച് കാലത്തേക്ക് മാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഒക്കർ ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ടെമ്പററി, ഒരു താൽക്കാലികമായൊരു കാലഘട്ടത്തിലേക്ക് ഒരാൾ, ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ എടുക്കുകയാണെങ്കിൽ അയാൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ മാറുമ്പോൾ ഉള്ള ആ ഒരു ടൈം പീരീഡ്, ആ ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഒക്കർ ചെയ്യുന്നുണ്ട്. അതാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ഇതിലിപ്പോൾ പറയുകയാണെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് എ നാച്ചുറൽ പാർട്ട് ഓഫ് ദ ജോബ് സെർച്ച് പ്രോസസ്സ്. അതായത് ജോബ് സെർച്ച് പ്രോസസ്സിലെ ഒരു നാച്ചുറൽ പാർട്ടായിട്ട് വേണമെങ്കിൽ നമുക്കിത് പറയാൻ പറ്റും. കാരണം ഒരാൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോകുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അവർ നേരിടുന്ന ഒരു അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ അവസ്ഥയുണ്ട്. ആ അവസ്ഥയാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ റീസെൻറ്റ് ഗ്രാജുവേറ്റ് എൻറ്ററിങ് ടു ദ വർക്ക് ഫോഴ്സ്, അത് വർക്ക് ഫോഴ്സിലേക്ക് എൻ്റർ ചെയ്യുന്ന റീസെൻറ്റ് ഗ്രാജുവേറ്റ്സിൻ്റെ കാര്യം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും. പിന്നെ വർക്കേഴ്സ് റീലൊക്കേറ്റിംഗ് ടു എ ന്യൂ ഏരിയ, ഇപ്പോൾ ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു ഏരിയയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഈ ഒരു അൺഎംപ്ലോയ്മെൻ്റ് അവിടെ സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. ഇൻഡിവിജ്വൽസ് വോളണ്ടറിലി ലീവിങ് ദെയർ ജോബ്സ് ടു ഫൈൻഡ് ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ തന്നെ ചിലവർ ഈ നോട്ടീസ് പീരീഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഓൾറെഡി ജോബ് റിസൈൻ ചെയ്തിട്ട് വേറൊരു ജോബിന് വേണ്ടിയിട്ട്, ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നൊരു കാലഘട്ടം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടെമ്പററി പീരീഡും ആ ഷോർട്ട് ടൈമിലേക്ക് വരുന്ന അൺഎംപ്ലോയ്മെൻറ്റിനെ നമുക്ക് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് പറയാൻ പറ്റും. This type of unemployment is generally considered healthy for the economy as it reflects the movement of workers seeking better job matches. അപ്പോൾ നമുക്ക് ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് അത്ര മോശമായിട്ട് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് കൺസിഡർ ചെയ്യുന്ന ഒരു ഹെൽത്തി വേ ഓഫ് എക്കോണമിയിലൊരു ഹെൽത്തി വേയിലാണ് ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. കാരണം ആളുകൾ കൂടുതൽ നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബെറ്റർ ജോബ് മാച്ചസിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ എംപ്ലോയ്മെൻറ്റ് ഇല്ലാതെ നിൽക്കുന്ന അവസ്ഥ വരുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ഹെൽത്തി വേയിൽ നമുക്ക് എടുക്കാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും.
നെക്സ്റ്റ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഇറ്റ് ഹാപ്പൻസ് വെൻ പീപ്പിൾ ലോസ് ജോബ്സ് ബിക്കോസ് ദ സ്കിൽസ് ഡോണ്ട് മാച്ച് വിത്ത് ദ ജോബ് അവൈലബിൾ ഇൻ ദ എക്കോണമി. എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള സ്കില്ല് അല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ടുള്ള സ്കില്ലില്ലാതെ അല്ലെങ്കിൽ അത് മിസ്മാച്ച് ആയിട്ട് പോകുന്നു. ഇൻഡിവിജ്വൽസിൻ്റെ സ്കില്ലും ആ ജോബിന് വേണ്ട സ്കില്ലും തമ്മിലുള്ള മിസ്മാച്ച്മെൻ്റ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് വേണ്ട സാഹചര്യത്തിൽ ആ വരുന്ന ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ വർക്കേഴ്സിന് ആ ഒരു സ്കില്ലില്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ടൈപ്പ് റൈറ്റർ വർക്കറാണെങ്കിൽ അദ്ദേഹത്തിന് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ആ ജോബ് ലോസ് ആവുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതായത് ആൾ നല്ല സ്കിൽഡാണ് ഇൻ ദാറ്റ് ടൈപ്പ് റൈറ്റർ റോൾ. അപ്പം ആ ഓൾഡ് ജോബിൽ നിന്ന് അല്ലെങ്കിൽ ഓൾഡ് സ്കില്ല് നോ ലോങ്ങർ നീഡഡ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കില്ലെന്ന് പറയുന്നത് പിന്നീട് ഒരു കാലത്തേക്ക് അത് വേണ്ട, കാരണം കമ്പ്യൂട്ടറിൻ്റെ ഒരു ഇൻവെൻഷനോടുകൂടി അത് മാറി നിൽക്കുകയാണ്. അപ്പം ആ മിസ്മാച്ചിങ് ഓഫ് അതാണ് പറഞ്ഞാൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ടെമ്പററി അൺഎംപ്ലോയ്മെൻ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ് റിലേറ്റഡ് അല്ല, കുറച്ചുകൂടെ പ്രൊലോങ്ഡ് ആയിട്ടുള്ളത് ആണ്. കുറച്ചുകൂടെ ലോങ് ടേമിലേക്ക് പോകും. ചേഞ്ചിങ് ആയിട്ടുള്ള സ്കില്ല് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഒക്കെ കാരണം അവിടെ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ് നമുക്ക് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. സോ കൺസ്യൂമർ ഡിമാൻഡ് ഡിഫർ ചെയ്യുന്നതനുസരിച്ചും ഇവിടെ ഒരു ഷിഫ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ഏരിയ ഡിഫറൻസ് അനുസരിച്ച് ഇൻഡസ്ട്രിയുടെ ജിയോഗ്രഫിക്കൽ ഷിഫ്റ്റ്സ് ഇൻ ഏരിയാസ്, ഇൻഡസ്ട്രീസ് ഷിഫ്റ്റ് ചെയ്യുന്നതനുസരിച്ചും ഇവിടെ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റിനേക്കാൾ കുറച്ചുകൂടെ പ്രൊലോങ്ഡ് ആയിട്ടുള്ളൊരു കുറച്ചുകൂടെ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻ്റ് ആണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഇറ്റ് ഹാപ്പൻസ് വെൻ പീപ്പിൾ ലോസ് ജോബ്സ് ബിക്കോസ് ദ എക്കോണമി ഈസ് ഇൻ ഡൗൺ ടേൺ ലൈക്ക് എ റിസഷൻ. ഒരു ഡൗൺ ടേൺ എക്കോണമിയിൽ റിസഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടായിട്ട് വരുമ്പോൾ, എക്കോണമിയുടെ പാർട്ടായിട്ട് വരുന്ന ആ സിറ്റുവേഷനിലൊക്കെയാണ് ഈ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് ഒക്കർ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കാർ കമ്പനി റിസഷൻ എന്ന് പറയുന്ന ഒരു പീരീഡിൽ അവിടെ കാറിൻ്റെ ഡിമാൻഡ് കുറവായിരിക്കും. കൺസ്യൂമർ ഡിമാൻഡാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം കൺസ്യൂമർ ഡിമാൻഡ് കുറയുന്ന സമയത്ത് അവിടുത്തെ ആളുകളുടെ അവിടുത്തെ വർക്കേഴ്സിൻ്റെ ആവശ്യം കുറവായിരിക്കും. അപ്പോൾ ആ സമയത്ത് കമ്പനി ഒരുമിച്ച് ഈ വർക്കേഴ്സിനെ ലേ ഓഫ് ചെയ്യുന്നു. അതേസമയം നമ്മുടെ എക്കോണമി റിക്കവർ ചെയ്യുന്ന സമയത്ത് ഇവർ വീണ്ടും വർക്കേഴ്സിനെ എടുക്കുന്നു. സോ ആ ഒരു സമയത്ത് ഇപ്പം ലേ ഓഫ് ചെയ്യുന്ന സമയത്ത് ആ സർട്ടൺ നമ്പർ ഓഫ് വർക്കേഴ്സ് എന്ന് പറയുന്നത് അൺഎംപ്ലോയ്ഡ് ആയിരിക്കും. ആ ഒരു സിറ്റുവേഷനാണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് പറയുന്നത്. അതേസമയം എക്കോണമി ഇംപ്രൂവ് ചെയ്യുമ്പോൾ ഡിമാൻഡ് റൈസ് ചെയ്യുന്നു, ആ സമയത്ത് ജോബ്സ് റിട്ടേൺ ചെയ്യുന്നു. സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ടെമ്പററി. ഇറ്റ് ഗോസ് അപ്പ് ഡ്യൂറിങ് എ റിസഷൻ ആൻഡ് ഫോൾസ് വെൻ ദ എക്കോണമി റിക്കവേഴ്സ്. അപ്പോൾ നമുക്ക് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് ഒരു ടെമ്പററി അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ടെമ്പററി സിറ്റുവേഷനായിട്ട് പറയാൻ പറ്റും. കാരണം റിസഷൻ ടൈമിൽ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുകയും അത് റിക്കവർ ചെയ്യുന്ന സമയത്ത് അൺഎംപ്ലോയ്മെൻറ്റ് കുറയുകയും ചെയ്യുന്നു. സോ ജോബ് ലോസ് ഡ്യൂ ടു ദ അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ദ എക്കോണമി. ഇതിൻ്റെ കാരണങ്ങളായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും കൺസ്യൂമർ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഡിക്രീസിങ് ഇൻ ഡിമാൻഡ്, അതുപോലെ തന്നെ ലോവർ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറയുന്നത് മൂലം ഓവറോൾ എക്കണോമിക് ഡിക്ലൈൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്കണോമിയുടെ അപ്സ് ആൻഡ് ഡൗൺസ് അനുസരിച്ചാണ് ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് എക്കോണമിയിൽ ഉണ്ടാകുന്നത്. സോ ഫോർത്ത് വൺ എന്ന് പറയുന്നത് സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് ഒക്കേഴ്സ് വെൻ ഇൻഡിവിജ്വൽസ് ആർ അൺഎംപ്ലോയ്ഡ് അറ്റ് സർട്ടൻ ടൈംസ് ഓഫ് ദ ഇയർ വെൻ ഡിമാൻഡ് ഫോർ ദെയർ വർക്ക് ഈസ് ലോവർ. അതായത് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സീസൺ വൈസ് ആണ് ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് ഒക്കർ ചെയ്യുന്നത്. അതായത് ഒരു ഇയറിൽ ഒരു സർട്ടൻ ടൈമിൽ മാത്രം ഇൻഡിവിജ്വൽസ് അൺഎംപ്ലോയ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. മെയിനായിട്ടും ഫാം വർക്കേഴ്സ്, അതുപോലെ തന്നെ ഐസ്ക്രീം സെല്ലേഴ്സിന് കൂടുതലും സമ്മർ പീരീഡിലായിരിക്കും വർക്ക് വരിക. അഗ്രികൾച്ചർ ഫാം റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഹാർവസ്റ്റിംഗ് പീരീഡിലായിരിക്കും അവർക്ക് വർക്ക് വരിക. അപ്പം അല്ലാത്ത സമയത്ത് ഇവർ അൺഎംപ്ലോയ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് അവിടെ ഉള്ളത്. സോ അപ്പോൾ നമുക്ക് ഈ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് അത്രയധികം എക്കോണമീനെ എഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇത് പ്രഡിക്റ്റബിൾ ആണ്, എംപ്ലോയേഴ്സിനാണെങ്കിലും എംപ്ലോയീസിനാണെങ്കിലും ഇത് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. സോ അതൊരു റെഗുലർ പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. സോ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ജോബ്സ് ദാറ്റ് കം ആൻഡ് ഗോ വിത്ത് സീസൺസ്. ഇത് നോർമലാണ്. ഇൻഡസ്ട്രീസ് ലൈക്ക് അഗ്രികൾച്ചർ, ടൂറിസം ആൻഡ് റീറ്റെയിൽ, ഈ ഒരു സെക്ടേഴ്സിലൊക്കെ ഇത് നോർമലാണ് ഈ ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് അത്രയധികം എക്കോണമി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ ആവുന്നില്ല.
ഇറ്റ്സ് ജസ്റ്റ് ലിങ്ക് ടു ദ സീസൺസ്. ഓക്കെ, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പം ഒഴിച്ചുകൂടാനാവാത്തൊരു ടോപ്പിക്കാണ് ഫിലിപ്സ് കർവ് എന്ന് പറയുന്നത്. അതായത് അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള ട്രേഡ് ഓഫ് റിലേഷൻ. അത് പറയുകയാണെങ്കിൽ നമ്മുടെ എക്കോണമിയിൽ അൺഎംപ്ലോയ്മെൻറ്റിന് എത്രത്തോളം എഫക്റ്റ് ഉണ്ട്, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് അനുസരിച്ച് അത് ഇൻഫ്ലേഷനെ ബാധിക്കുന്നു. അതാണ് ഈ ഫിലിപ്സ് കർവിലൂടെ സൂചിപ്പിക്കുന്നത്. അതേസമയം നമുക്ക് പറയാൻ പറ്റും ലോ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഹയർ ഇൻഫ്ലേഷനിലേക്ക് നയിക്കും. അതുപോലെ തന്നെ ലോ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഹയർ അൺഎംപ്ലോയ്മെൻറ്റിലേക്ക് നയിക്കുന്നു. സോ അത് പറയുകയാണെങ്കിൽ ഫിലിപ്സ് കർവ് എന്ന് പറഞ്ഞത് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഷോർട്ട് ടൈമിലേക്കുള്ള ട്രേഡ് ഓഫ് ആണ്. അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള ഷോർട്ട് ടൈം ട്രേഡ് ഓഫ് ആണ് ഈ ഫിലിപ്സ് കർവിലൂടെ സൂചിപ്പിക്കുന്നത്. അതായത് ലോവർ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്നു, ആളുകളുടെ കയ്യിലേക്ക് കൂടുതലായിട്ട് പൈസ വരുന്നു, അപ്പോൾ അവരുടെ സ്പെൻഡിങ് കൂടുന്നു, അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് കൂടുന്നു. അതെന്ന് പറയുന്നത് പ്രൈസ് റൈസിന് കാരണമാകുന്നു, ഇൻഫ്ലേഷനിലേക്ക് നയിക്കുന്നു. അതേസമയം മറ്റൊരു ഭാഗത്ത് ഹയർ അൺഎംപ്ലോയ്മെൻ്റ് ആണെങ്കിൽ അവിടെ ആളുകളുടെ കയ്യിൽ പൈസ കുറയുന്നു, ആളുകൾക്ക് ജോലിയില്ല, അപ്പോൾ അവസ്ഥയിൽ പൈസ കുറയുന്നു, അപ്പോൾ അവരുടെ സ്പെൻഡിങ് കുറയുന്നു. അതെന്ന് പറയുന്നത് ആ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി കാരണമാകുന്നു. ഈ ഒരു ട്രേഡ് ഓഫ് റിലേഷനാണ് ഫിലിപ്സ് കർവിലൂടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് പോളിസി ഡിസിഷൻസ്, അതായത് എന്തുകൊണ്ട് ഗവൺമെൻറ്റുകൾ ജോബ് ക്രിയേഷൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രൈസ് ബാലൻസിങ് എന്നുള്ളൊരു മെത്തേഡിലേക്ക് പോളിസീസ് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഈ ഫിലിപ്സ് കർവിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. റിസഷൻ പീരീഡിലാണെങ്കിൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ലേ ഓഫ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് അവിടെ കൂടുതലായിരിക്കും, അവിടെ ഹയറിങ് കുറവായിരിക്കും. അതേസമയം റിക്കവറി പീരീഡിലാകുമ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് കുറച്ചുകൂടെ ഗ്രാജുവലി ഫോളോ ചെയ്യപ്പെടുന്നു, അതായത് കുറച്ചുകൂടെ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റീവ് ആവുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ. ഇപ്പോൾ ബിസിനസ്സുകൾ പയ്യെ ആളുകളെ ഹയർ ചെയ്ത് തുടങ്ങുന്നു. ഇവിടെ ലാഗ് ഇൻഡിക്കേറ്ററായിട്ട് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് ചേഞ്ചസ് ഒക്കർ ആഫ്റ്റർ ഷിഫ്റ്റ്സ് ഇൻ ഓവറോൾ എക്കണോമിക് ആക്ടിവിറ്റി അനുസരിച്ച് അൺഎംപ്ലോയ്മെൻറ്റ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ചേഞ്ചസ് ഒക്കർ ചെയ്യുന്നുണ്ട്. സോ ഇതൊരു കൺസെപ്റ്റാണ് ഫിലിപ്സ് കർവ്, അൺഎംപ്ലോയ്മെൻറ്റും ഇൻഫ്ലേഷനും തമ്മിലുള്ള ട്രേഡ് ഓഫ് റിലേഷൻ. സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് എഫക്ട്സ് ആണ്. എക്കണോമിക് എഫക്ട്സും ഉണ്ട്, സോഷ്യൽ എഫക്ട്സും ഉണ്ട്. എക്കണോമിക് എഫക്ട്സ് നോക്കുകയാണെങ്കിൽ ആളുകൾക്ക് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ആളുകളുടെ കയ്യിൽ ഇൻകം ഉണ്ടാവുന്നില്ല, അപ്പോൾ ആ സമയത്ത് അവരുടെ സ്പെൻഡിങ് കുറവായിരിക്കും, അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസിനുള്ള ഡിമാൻഡ് അവിടെ കുറയുന്നു. ഈ റെഡ്യൂസ്ഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് എക്കോണമിയിൽ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു, അപ്പോൾ ആളുകളുടെ വർക്കേഴ്സിനെ വീണ്ടും വേണ്ടി വരുന്ന അവസ്ഥ വരുന്നില്ല. അപ്പോൾ സോ അത് വീണ്ടും ലേ ഓഫിലേക്ക് നയിക്കുന്നു. അങ്ങനെ എക്കോണമി ഒരു സ്ലോ ഡൗൺ ആയിട്ടുള്ള ഗ്രോത്തിലേക്ക് നയിക്കപ്പെടുന്നു. ഇപ്പോൾ GDP ആണെങ്കിലും കുറയുന്നു. ആ GDP എന്ന് പറയുന്നത് ആളുകളിൽ പ്രൊഡക്ഷനിൽ കുറച്ച് ആളുകൾ മാത്രം എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ വരുന്നു. സോ എഫക്ട്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എക്കണോമിക് രീതിയിൽ ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട്. സോഷ്യൽ എഫക്ട്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആളുകൾക്ക് ഇൻകം ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ സ്പെൻഡിങ് കുറയുന്നു, അപ്പോൾ ആളുകളുടെ ബേസിക് നീഡ്സ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. പോവേർട്ടി എന്ന് പറയുന്ന സിറ്റുവേഷൻ അവിടെ ഉണ്ടാകുന്നു. വേറൊരു ഭാഗം നോക്കുകയാണെങ്കിൽ മെൻ്റൽ സ്ട്രെസ്സ്, അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നു, ആൻസൈറ്റി, ഡിപ്രഷൻ, പിന്നെ അതുപോലെ തന്നെ ജോബ് ലോസ് എന്ന് പറയുന്നൊരു വളരെ ഡിപ്രഷനായിട്ടുള്ള സ്റ്റേജിലേക്കൊക്കെ പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ആളുകൾ ജോലിക്ക് വേണ്ടി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നു. പിന്നെയെന്ന് പറയുന്നത് ഇന്നിക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ മെയിനായിട്ട് അവിടെ ഉണ്ടാകുന്നുണ്ട്. ലോങ് ടൈം അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻകം കുറച്ച് പേരിൽ മാത്രം കൂടുതലായിട്ട് വൈഡർ ചെയ്യപ്പെടുകയും കുറച്ച് ആളുകൾക്ക് എപ്പോഴും അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അത് നയിക്കുകയും ചെയ്യുന്നു. സോഷ്യൽ എഫക്ട്സ് നോക്കുകയാണെങ്കിൽ അതും വളരെ അധികം റെഡ്യൂസ്ഡ് അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്തിട്ടുള്ളൊരു എഫക്റ്റാണ് സോഷ്യൽ എഫക്ട്സിലും വരുന്നത്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സൊല്യൂഷൻ ആൻഡ് പോളിസി മെഷേഴ്സ് ആണ്. എന്തൊക്കെ തരത്തിലുള്ള പോളിസി മെഷേഴ്സ് വേണം നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷനിൽ എടുക്കാൻ പറ്റുന്നത്? മോണിറ്ററി പോളിസി ഉണ്ട്, ഫിസിക്കൽ പോളിസി ഉണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, സപ്പോർട്ട് ഫോർ എൻ്റർപ്രണേഴ്സ്, അങ്ങനെ പലതരത്തിലുള്ള പോളിസി മെഷേഴ്സാണ് ഇതിനുള്ളത്. മോണിറ്ററി പോളിസി വൈസ് നോക്കുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് കട്ട് ചെയ്യുകയാണെങ്കിൽ ആളുകൾക്ക് ചീപ്പർ ബോറോയിങ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും, അങ്ങനെ സ്പെൻഡിങ് കൂടും, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും, അങ്ങനെ ജോബ് ക്രിയേഷൻ അവിടെ ഉണ്ടാവുന്നു. ഫിസിക്കൽ പോളിസി വൈസ് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് സ്പെൻഡിങ് അവിടെ കൂട്ടുക,
അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തരം സ്കീംസും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ജോബ് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ജോബ്സ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ഇതൊക്കെയാണ് ഫിസ്ക്കൽ പോളിസി വഴി ചെയ്യാവുന്നത്. പിന്നെ നോക്കുന്നത് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എഡ്യൂക്കേഷൻ. നമ്മൾ പറഞ്ഞ പോലെ സ്കില്ല് മിസ്മാച്ച് ഉണ്ടായിട്ടുണ്ടാകുന്ന അൺഎംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ഉണ്ട്. സോ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക, ആളുകളിൽ എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് കൊടുക്കുക, അങ്ങനെ ട്രെയിനിങ് ആൻഡ് വൊക്കേഷണൽ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, മാർക്കറ്റബിൾ സ്കിൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ള റീസ്കില്ലിങ് അല്ലെങ്കിൽ ഉള്ള സ്കില്ല് തന്നെ അപ്സ്കില്ല് ചെയ്തെടുക്കുക, അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഉണ്ടാക്കുക. അങ്ങനെ വർക്കേഴ്സിന് ഇത് ന്യൂ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു ചെല്ലാനും ന്യൂ വർക്ക് എടുക്കാനും ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതേസമയം അതുപോലെ തന്നെ സപ്പോർട്ട് ഫോർ എൻ്റർപ്രണേഴ്സ്, നമ്മൾ സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഡെവലപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഇന്നോവേഷൻസ് അങ്ങനെയുള്ളതൊക്കെ പ്രൊമോട്ട് ചെയ്യുക. MSMEs പോലെയുള്ള സ്കീംസൊക്കെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ സബ്സിഡീസ് കൊടുത്ത് പുതിയ എംപ്ലോയീസിനെ ഹയർ ചെയ്യാൻ പാകത്തിന് സ്റ്റാർട്ടപ്സിനെയൊക്കെ ഒരുക്കിയെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഫിസ്ക്കൽ പോളിസി മെഷേഴ്സായിട്ട് അല്ലെങ്കിൽ സപ്പോർട്ട് ഫോർ എൻ്റർപ്രൈസ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ടൈപ്സ്, എഫക്ട്സ്, പിന്നെ അതിൻ്റെ പോളിസി മെഷേഴ്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്.